ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2013 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ദ ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് ക്യാറ്റ് ഷോ ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് സ്ട്രക്ചർ ഇറ്റ് ദേ പെർഫോം സിമിലർ ഫംഗ്ഷൻ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഈസ് ആൻ അനലോഗസ് സ്ട്രക്ചർ. സോ ഇറ്റ് ഷോ കൺവെർജൻറ്റ് എവല്യൂഷൻ അല്ലേ. സോ ഹിയർ അനലോഗസ് ഓർഗൻസ് ദാറ്റ് ഹാവ് ഇവോൾവ്ഡ് ഡ്യൂ ടു കൺവെർജൻറ്റ് എവല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ലോക്കോമോഷൻ ഇൻ ഹ്യൂമൻ. ഹ്യൂമനിൽ ലോക്കോമോഷന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ജോയിൻറ്റ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വെർട്ടിബ്രേ ഈസ് എ ഫൈബ്രസ് ജോയിൻറ്റ് അല്ല, കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ്. എ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ causes osteoporosis in older people. No, not progesterone, is estrogen. Next one, accumulation of uric acid crystals in joints cause their inflammation. Correct. The vertebral column has 10 thoracic vertebrae. Allah, 12 thoracic vertebrae. So here 3 is the correct option. Next question. A phosphoglyceride is always made up of. Phosphoglyceride is made with a saturated or unsaturated fatty acid. Saturated and unsaturated fatty acid esterified to a glycerol molecule. Esterified to a glycerol molecule to which a phosphate group is also attached. Esterification it occurs in between the glycerol and fatty acid. Okay, അതുകൊണ്ടാണ് saturated or unsaturated fatty acid esterified to a glycerol. ഇവിടെ നോക്കിയ saturated or unsaturated fatty acid esterified to a phosphate group എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് തെറ്റാണ്. So here esterified to a glycerol molecule to which a phosphate group is also attached. ഇതിനെ നമുക്ക് ലെസിത്തിൻ എന്നും പറയാം. Okay, next one, perisperm differs from endosperm in. പെരിസ്പേം എന്ന് പറയുന്ന പെർസിസ്റ്റന്റ് ന്യൂസെല്ലസും എൻഡോസ്പേം എന്ന് പറയുന്നത് ട്രിപ്പിൾ ഫ്യൂഷന്റെ ഫലമായിട്ട് ഉള്ള ട്രിപ്ലോയിഡ് സെല്ലുമാണ്. സോ പെരിസ്പേം വിൽ ബി ഡിപ്ലോയിഡ് ആൻഡ് എൻഡോസ്പേം വിൽ ബി ട്രിപ്ലോയിഡ് ഇൻ ദ കേസ് ഓഫ് ആൻജിയോസ്പേം. സോ ഹിയർ ബീങ് എ ഡിപ്ലോയിഡ് ടിഷ്യൂ പെരിസ്പേം, ദാറ്റ് ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, എ സെഡൻറ്ററി സീ ആനിമോൺ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ ഷെൽ ലൈനിങ് ഓഫ് ദ ഹെർമിറ്റ് ക്രാബ്. ദിസ് അസോസിയേഷൻ ഈസ്, അത് കമൻസാലിസ് ആണ്. കാരണം സീ ആനിമോൺ ഇറ്റ് ഈസ് പോസിറ്റീവ്ലി അഫക്റ്റഡ് and the hermit crab it is neutrally affected. So commensalism. Next question, cell mediated immunity inside the human body is carried out by T lymphocytes. B lymphocytes humoral immunity ആണ് കൊടുക്കുന്നത്. Next one, which of the following are likely to be present in deep sea water? Deep sea waterൽ കാണുന്ന എക്സ്ട്രീം ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസം ആണ്. So the answer is Archaebacteria. Next question, one of the representative of phylum Arthropoda is. ഇതിനകത്ത് ആർത്രോപോഡയിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലൈയിങ് ഫിഷ് പൈസസിൽ വരുന്നതാണ്. കട്ടിൽ ഫിഷസ് ഇതൊരു മൊളസ്ക് ആണ്. സിൽവർ ഫിഷ് ആർത്രോപോഡാണ്. പഫർ ഫിഷ് പൈസസ് ആണ്. നെക്സ്റ്റ് വൺ, സോ ഹിയർ ദ ആൻസർ ഈസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഗാസ്പൊറാഞ്ചിയം ഈസ് ഈക്വലൻ ടു. മെഗാസ്പൊറാഞ്ചിയം ഒവ്യൂൾ എന്ന് പറയുന്ന വേറൊരു പേരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യോട്ടോ പ്രോട്ടോകോൾ വാസ് എൻഡോഴ്സ്ഡ് അറ്റ്. COP3 ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ദ Kyoto Protocol was adopted at the third session of the conference parties to the UNFCCC United Nations Framework Convention on Climate Change in 1997. Okay, third session of the conference party. That is the reason we are saying it as COP3. Next question. Figure shows human urinary system which with the structures label A to D. Select options which correctly identify them and give their characteristics and or function. A is nothing but adrenal gland. Adrenal gland, it will secrete it is seen in the anterior part of the kidney. Because of that, this adrenal gland is also called as suprarenal gland. കേട്ടോ. ഈ B എന്ന് പറയുന്നത് that is renal pelvis ആണ്. C is medullary pyramid. D is cortex region. So here we will see D cortex outer part of kidney and do not contain any part of nephron. തെറ്റാണ്. ഔട്ടർ പാർട്ട് ഓഫ് കിഡ്നിയിൽ നെഫ്രോണിൻ്റെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അതുപോലെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അതുപോലെ റീനൽ കോർപ്പസൽ റീജിയനും കാണും. Next one, adrenal gland. A is adrenal gland located at the anterior part of the kidney secrete catecholamines which stimulate glycogen breakdown. അതെ, catecholamine പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് മിഡിൽ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ മെഡുല്ല റീജിയനിൽ നിന്ന് ആ കാറ്റക്കോളമൈൻ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗണിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനുമാണ് അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്ന കാറ്റക്കോളമൈൻ ദാറ്റ് വിൽ പ്രൊമോട്ട് ദ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ഫോർ ദ റിലീസ് ഓഫ് ഗ്ലൂക്കോസ് ഫോർ മേക്കിംഗ് മോർ എനർജി for the emergency situation. Next one, B pelvis. Correct ആണ്. renal pelvis ആണ്. broad funnel shaped space inner to the hilum directly connected to the loop of Henle. ഇത് loop of Henle ആയിട്ട് connected അല്ല. loop of Henle is present in the medulla region.
നെക്സ്റ്റ് വൺ, ഈ റീനൽ പൾവിസിലേക്ക് കാണുന്ന മുഴുവൻ കളക്റ്റിംഗ് ഡക്റ്റും അതുപോലെ ഡക്ട് ഓഫ് ബെല്ലിനി എന്ന് പറയുന്ന സ്ട്രക്ചറുമാണ് കേട്ടോ. സി മെഡുല്ല ഇന്നർ സോൺ ഓഫ് ദ കിഡ്നി ആൻഡ് കണ്ടെയ്ൻ കംപ്ലീറ്റ് നെഫ്രോൺ ഇല്ല, ലൂപ്പ് ഓഫ് ഹെൻലി മാത്രമേ അവിടെ കാണുന്നുള്ളൂ. സി മെഡുല്ല റീജിയൻ ആണ്, സി എന്ന് പറയുന്നത് മെഡുല്ല റീജിയൻ ആണ്, അത് കറക്റ്റ് ആണ്, പക്ഷേ അവിടെ ലൂപ്പ് ഓഫ് ഹെൻലിയാണ് കാണാം. നെക്സ്റ്റ് വൺ, ഇൻ ചൈന റോസ് ദ ഫ്ലവേഴ്സ് ആർ ആക്ടിനോമോർഫിക് ഹൈപ്പോഗൈനസ് വിത്ത് ട്വിസ്റ്റഡ് ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ is present in China rose. Next question, Golgi complex plays a major role in Golgi complex. It is secretory cell organelle. It will do modification of the proteins and lipids which is done in rough endoplasmic reticulum and smooth endoplasmic reticulum, its labeling and its dispatch. So here we can say in post translational modification of protein and glycosylation of lipid, it is done in Golgi complex. That is correct. Next one, what external changes are visible after last molt of a cockroach nymph? ഒരു കോക്രോച്ച് നിംഫ് ഉണ്ടായി ഏറ്റവും അവസാനത്തെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അവർക്ക് വിങ്സ് ആണ് ഫോം ചെയ്യുക. ബോത്ത് ഫോർ വിങ്സ് വിത്ത് ഹിൻഡ് വിങ്സ് ഡെവലപ്പ്. ദാറ്റ് ഈസ് കറക്റ്റ്. ഐസോഗ്യാമസ് കണ്ടീഷൻ വിത്ത് നോൺ ഫ്ലാജിലേറ്റഡ് ഗാമീറ്റ്സ് ഇസ് ഫൗണ്ട് ഇൻ. നോൺ ഫ്ലാജിലേറ്റഡ് ഐസോഗ്യാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പൈറോഗൈറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാമിഡോമോണാസ് ഐസോഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ അത് ഫ്ലാജിലേറ്റഡ് ആണ്. ഫ്യൂക്കസും വോൾബോക്സും ഊഗാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഫോം ഡ്യൂറിങ് ആൻ എൻസൈം റിയാക്ഷൻ ഈസ് ട്രാൻസിയൻ്റ് ആൻഡ് അൺസ്റ്റേബിൾ ആയിരിക്കും. ട്രാൻസിഷൻ സ്റ്റേറ്റിലിരിക്കുന്ന അൺസിയൻ്റ് ആയിരിക്കും, അതുപോലെ മാക്സിമം എനർജിയുള്ള ട്രാൻസിയൻ മോളിക്യൂളായിട്ട് മാറും. Next one, select the answer which correctly match the endocrine gland with the hormone it secretes and its function or deficiency symptom. Corpus luteum secrete progesterone ആണ്, testosterone അല്ല, അപ്പോൾ ഇത് തെറ്റാണ്. Stimulates spermatogenesis, wrong. Anterior pituitary oxytocin, no. Anterior pituitary അല്ല oxytocin പ്രൊഡ്യൂസ് ചെയ്യുന്ന, posterior pituitary ആണ് oxytocin പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Oxytocin it stimulate uterus contraction during childbirth, correct ആണ്, പക്ഷേ ഇത് തെറ്റാണ്. Posterior pituitary growth hormone, anterior pituitary ആണ് growth hormone secrete ചെയ്യുന്ന. Over secretion stimulate abnormal growth, ഇത് കറക്റ്റ് ആണ്, പക്ഷേ anterior pituitary ആണ്. Thyroid gland it will secrete thyroxine. Lack of iodine in diet result in goiter. This is correct, so fourth option is correct here. Next question, the colonies of recombinant bacteria appear white in contrast to blue colonies of non-recombinant bacteria because of. നോൺ റീകോമ്പിനൻറ്റ് ബാക്ടീരിയ ബ്ലൂ കളറിൽ കാണാൻ കാരണം ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഫങ്ഷണൽ ആവുന്നതും ലാക്ടോസിനെ ക്രോമോജനിക് ആയിട്ടുള്ള ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ച് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൊണ്ടാണ്. സോ ഹിയർ വി ക്യാൻ സേ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് നോൺ റീകോമ്പിനൻറ്റ് ബാക്ടീരിയ കണ്ടെയ്ൻ ബീറ്റ ഗാലക്ടോസിഡേസ്. ദറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ആൽഫ ഗാലക്ടോസിഡേസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആൽഫ ഗാലക്ടോസിഡേസ് ലാക്ടോസിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളതല്ല. ഒളിഗോസാക്രൈഡ് ആയിട്ടുള്ള റാഫിനോസ് പോലത്തെ മോളിക്യൂളിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാണ്. റാഫിനോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് എന്നീ 3 ഗ്ലൂക്കോസ് മോളിക്യൂൾ കൂടിയതാണ്, അതായത് ട്രൈസാക്രൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊണീഷ്യസ് പ്ലാന്റ് ഓഫ് ചാര ഷോസ് ഒക്കറൻസ് ഓഫ്. ചാര ഇറ്റ് ഈസ് എ മൊണീഷ്യസ് പ്ലാന്റ്. ഇറ്റ് ഹാസ് ബോത്ത് ആന്തറിഡിയം ആൻഡ് ഊഗോണിയം in the same plant itself. Oogonium it is arranged on the top and antheridium in the lower portion. So here upper oogonium and lower antheridium on the same plant. That is correct option. Oogonium is also called as nucleus and antheridium is also known as globule. Next one, advantages of cleistogamous. Cleistogamous flower means closed flower ആണ്. Closed flowerൽ pollinatorsന്റെ ആവശ്യമില്ല, കാരണം self pollination it will occur compulsorily. Seed set is assured. നെക്സ്റ്റ് വൺ, എച്ച് സോൺ ഇൻ ദ സ്കെലറ്റൽ മസിൽ ഫൈബർ ഈസ് ഡ്യൂ ടു. എച്ച് സോൺ എന്ന് പറയുന്നത് സ്കെലറ്റൽ മസിൽ ഫൈബറിൽ 2 ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ഇടയിൽ മയോസിൻ ഫിലമെൻറ്റ് മാത്രം കാണുന്ന റീജിയനെയാണ് എച്ച് സോൺ എന്ന് പറയുന്നത്. അതായത് എ ബാൻഡിൻ്റെ സെൻറ്റർ റീജിയനാണ് എച്ച് സോൺ എന്ന് പറയുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ദ സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് എക്സ്റ്റെൻഡിങ് ത്രൂ മയോസിൻ ഫിലമെൻറ്റ് ഇൻ ദ എ ബാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മീൻസ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡോണറിൽ നിന്ന് സ്പേം റിസീവ് ചെയ്ത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ആർട്ടിഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേം ഓഫ് എ ഹെൽത്തി ഡോണർ ഇൻ ടു ദ വജൈന. That is correct option. Next question, which group of animal belong to the same phylum? Sponge, sea anemone, starfish. Sponge porifera, sea anemone cnidaria, starfish echinodermata. Malarial parasite, that is protozoa, amoeba, protozoa, mosquito, arthropoda. തെറ്റാണ്. Earthworm, that is in annelid. Pinworm, it is nematode. Tapeworm, platyhelminthes. തെറ്റാണ്. Prawn, scorpion, locust. These 3 comes under the same phylum, that is arthropoda. So fourth option is correct. Next question, seed coat is not thin in
not thin, membranous in. Seed coat thin and membranous അല്ലാത്തത് കോക്കനട്ടിലാണ്. ഗ്രാമിലും മെയ്സിലും ഗ്രൗണ്ട്നട്ടിലും അതിൻ്റെ സീഡ് കോട്ട് തിൻ ആൻഡ് മെംബ്രേനിയസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ടു പേഴ്സൺസ് വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് many and have sufficient large number of two persons with AB blood group marry and have sufficient large number of children, these children could be classified as A blood group, AB blood group, B blood group in 1:2:1 ratio. Modern technique of protein electrophoresis reveals presence of both A and B type protein in AB blood group individual. This is an example of codominance. AB blood group le A യും B യും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്ന codominance കൊണ്ടാണ്. Next question, which of the following cannot be detected in a developing fetus by amniocentesis? Amniocentesis le genetic features ആണ് detect ചെയ്യുന്നത്. So here jaundice cannot be detected by amniocentesis. Klinefelter syndrome, sex of the fetus, Down syndrome, these all can be detected. Jaundice means bilirubin if it is more, that will be due to excess breakdown of RBC. അതാണ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തത്. നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ലെഗ്യുമിനസ് പ്ലാന്റ്സ് ഇസ് അമോണിയ. 2 നൈട്രജനും 8 ഇലക്ട്രോണും 8 H+ഉം 16 ATPയും കൂടിയിട്ട് 2 അമോണിയയും 2 ഹൈഡ്രജനും റിലീസ് ചെയ്യും. 16 ADPയും 16 ഇനോർഗാനിക് ഫോസ്ഫേറ്റും റിലീസ് ചെയ്യും. സോ ഹിയർ അമോണിയ ഇസ് ദ ഫസ്റ്റ് nitrogen fixed product in leguminous plant. Next one, a biologist studied the population of rat in a BAM. He found that the average natality was 250, average mortality was 240. So കൂടുതലായിട്ട് വരുന്നത് 10 ആണ്. ഇമിഗ്രേഷൻ 20 ആൻഡ് എമിഗ്രേഷൻ 30. ഇമിഗ്രേഷൻ 20 എന്ന് പറയുമ്പോൾ 20 പേര് ഇങ്ങോട്ട് വരുമ്പോൾ 30 പേര് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 10 ക്യാൻസൽ ആയിപ്പോയി. സോ ദ നെറ്റ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വിൽ ബി 0. നെക്സ്റ്റ് വൺ, ദ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഈസ് എ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ ദ കൺസ്യൂമർ. കൺസ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. Next one, infection of ascaris usually occurred by ascaris infection ഉണ്ടാക്കുന്ന ascariasis disease ആണ്. That is due to contaminated water and food. Drinking water contaminating egg of ascaris. Next question, figure shows schematic plan of blood circulation in human with the label A to D. Identify the label and its function. A is nothing but the pulmonary vein which bring the oxygenated blood from the lungs to the left atria. Left atria like varuna blood in the ullile 95 mmHg oxygen will be present. B is systemic circulation. There we can see the aorta, it is taking oxygenated blood with a 95 mmHg of oxygen to the tissues. C is the vena cavas, it is taking deoxygenated blood from different tissues to the right atria, that will be having 40 mmHg oxygen and 45 mmHg carbon dioxide and 40 mmHg of oxygen. And D is nothing but the pulmonary artery that also contain the same concentration of carbon dioxide and oxygen as the vena cavas that carry blood to the lungs. So here the correct option is C is vena cava. It takes blood from body parts, the right parts to the right auricle, and partial pressure of carbon dioxide in it is 45 mmHg. Next question, the tendency of population to remain in genetic equilibrium may be disturbed by. Genetic equilibrium disturb ആവാനുള്ള കാരണം lack of random mating. ഒരു genetic equilibriumത്തിലുള്ള ഒരു populationൽ എപ്പോഴും random mating ആണ് കാണുന്നത്. So lack of random mating, that will disturb the genetic equilibrium. This is correct. Random mating is correct. Lack of migration, lack of mutation, ഇതൊക്കെ എന്താണ് ഒരു genetic equilibrium maintain ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Next one, a diagram showing an axon, terminal and synapse is given. Identify correctly at least 2 of A to D. A is nothing but the receptor molecule. B is nothing but the motor interplate or neuromuscular junction. C is synaptic vesicle. D is the calcium intake by the axon terminal. So here the correct option is A receptor, C synaptic vesicle. Next one, a good producer of citric acid is, citric acid the good producer എന്ന് പറയുന്ന Aspergillus niger. Saccharomyces produce ethanol. Pseudomonas, it acts as a denitrifying organism. Clostridium butylicum, it will produce butyric acid. Next question, age of a tree can be estimated by the annual number of annual rings. Age of tree, it is easily estimated in the tree which is grown in the temperate region, because temperate region where we can see a clear climate
variation. Next question, the process by which the organism with a different evolutionary history evolves similar phenotypic adaptation in response to a common environmental challenge is called as convergent evolution. Okay, convergent evolution, it show analogous structure and it show it different ancestral history. Next one, a stage in cell division is shown in the figure. Select the answer which give correct identification of the stage with its characteristics. This show the telophase stage. Telophase stage in which we can see the nuclear membrane formation, it occurs, as well as the Golgi complex and all, it will be formed. So here the telophase, nuclear envelope reform, Golgi complex reform. Golgi complex മാത്രമല്ല endoplasmic reticulum ഇതൊക്കെ reform ചെയ്യാൻ തുടങ്ങും കേട്ടോ. Next one, the figure show a diagrammatic view of human respiratory system with label A, B, C, D. Select the options which give correct identification and main function or characteristic. A is trachea region. It is incompletely covered by cartilaginous ring. B is pleural membrane that will reduce the friction inside the lungs. C is alveolus. Alveolus, it will help in the exchange of the gas. D, it is diaphragm, that is a muscle which is present in between the abdomen and thoracic region. So here the correct option is C, alveolus, thin-walled vascular bag-like structure for exchange of gas. Next question, intervesicular cambium developed from the cells of intervesicular cambium in the dicotyledonous stem. It is developed from the medullary rays. Next one, during seed germination, ഇവിടെ ഈ intervesicular cambium secondary in origin, intravesicular cambium that is primary meristome ആണ്. During seed germination, its stored food is mobilized by, during seed germination stored food mobilize ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈംസിൻ്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഗിബെർലിക് ആസിഡ്, ഗിബെർലിൻ. നെക്സ്റ്റ് വൺ, മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ മിയോസൈറ്റ്. മിയോസിസ് നടക്കുന്ന സെൽസിന് പറയുന്ന പേരാണ് മിയോസൈറ്റ്. Next one, according to Darwin, the organic evolution is due to, ഡാർവിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ കൊണ്ടാണ്. അതായത് രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ഇടയിലുള്ള കോമ്പറ്റീഷൻ, ഇറ്റ് വിൽ സെലക്ട് എനി വൺ ഓഫ് ദ സ്പീഷീസ് ദാറ്റ് വിൽ ലീഡ് ടു എവല്യൂഷൻ. Next one, which of the following criteria does not pertain to facilitated transport? Facilitated transport is a type of passive transport. Uphill transport is an active transport. So this will not be facilitated by the facilitated transport. So here this is the correct option. Requirement of special membrane protein. Facilitated transport correct criteria. High selectivity is there, transport saturation, these all are correct. So here uphill transport, it will not occur. That is the answer for this question. Next question, a major site for synthesis of lipid is, lipid synthesis ന്റെ site എന്ന് പറയുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാച്ചുറൽ റിസർവോയർ ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ നാച്ചുറൽ റിസർവോയർ എന്ന് പറയുന്നത് റോക്ക് ആണ്. Next question, which of the metabolite is common to respiration mediated breakdown of fat, carbohydrate and protein? ഇത് മൂന്നും മെറ്റാബോളിക് ബ്രേക്ക് ഡൗണിൽ വരുന്ന ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്ന അസറ്റൈൽ കോഎൻസൈം എ ആണ്. Next one, which one of the following process during decomposition is correctly described? Leaching. Water soluble inorganic nutrients rise to the top layer of the soil. Leaching എന്ന് പറയുന്നത് water soluble inorganic nutrients go down to the soil horizon and get precipitated and it will not be available to the plants. Next one, fragmentation carried out by organisms such as earthworm. Correct ആണ്. Humification lead to the accumulation of a dark colored substance humus which is undergoes microbial action at a very fast rate. Fast rate അല്ല, slow rate ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. Catabolism last step in the decomposition under fully anaerobic condition അവിടെ കൊടുത്തിട്ടില്ല, aerobic condition ആണ്. Next question, so here the correct option is fragmentation carried out by organisms such as earthworm. Next question, if both parents are carriers of thalassemia, which is an autosomal recessive disorder, what are the chances of pregnancy resulting in an affected child? ഒരു രണ്ട് heterozygous individual തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ അത് ഹോമോലോഗസ് റിസസീവ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ വരാനുള്ള ചാൻസ് 25% ആണ്. So here the correct answer is 25%. Next question, which of the following statement is not true of two genes that show 50% recombination frequency? 50% recombination frequency കാണിക്കുന്ന രണ്ട് ജീൻസ്, either it will be present in different chromosome or it will be loosely arranged in a same chromosome. So here, if the genes are present on the same chromosome, they undergo more than one crossover in every meiosis. Correct ആണ്. Genes may be on different chromosome. Correct ആണ്. Genes are tightly linked. Tightly linked genes will not show 50% recombination frequency. അപ്പോൾ not true എന്ന്
ചോദിച്ചേക്കുന്നത് ഇതാണ് കറക്റ്റ്. ദ ജീൻ ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് കറക്റ്റ് ആണ്. സോ ഹിയർ ദേ അണ്ടർഗോ മോർ ദാൻ വൺ ക്രോസ് ഓവർ ഇൻ എവറി മിയോസിസ്. ഒരു മിയോസിസിൽ ഒരുപാട് ക്രോസ് ഓവർ നടന്നാലും ഈ പറയുന്ന 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നടക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ലീഗൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ ഈസ്. ബർത്ത് കൺട്രോളിനെ ഇവിടെ കൊടുത്തേക്കുന്ന ലീഗൽ മെത്തേഡ് എന്ന് പറയുന്നത് അബോർഷൻ ബൈ ടേക്കിംഗ് ആൻ അപ്രോപ്രിയേറ്റ് മെഡിസിൻ. ബാക്കി എല്ലാതും എന്താണ് ബർത്ത് കൺട്രോൾ മെത്തേഡാണ് കേട്ടോ. അതായത് ബൈ പ്രീമച്വർ ഇജാക്കുലേഷൻ ഡ്യൂറിങ് ദ കോയിറ്റസ്, അതേപോലെ ബർത്ത് കൺട്രോൾ മെത്തേഡ് അല്ല, എന്താണ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ്സ്, കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ് ആണ് ബാക്കിയെല്ലാം. ഇതാണ് ബർത്ത് കൺട്രോൾ മെത്തേഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ് ആണ് കേട്ടോ. അബോർഷൻ ബൈ ടേക്കിംഗ് ആൻ അപ്രോപ്രിയേറ്റ് മെഡിസിൻ, അത് വിത്തിൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഇഫ് ഇറ്റ് ഈസ് it will not be dangerous. Okay, next one, beside paddy field cyanobacteria are also found inside the vegetative part of. Paddy field അല്ലാതെ cyanobacteria കാണുന്നത് സൈക്കസിൻ്റെ ഒക്കെ വേരിലും കാണുന്നുണ്ട്. So 3 is the correct option. Next one, which of the following are correctly matched with respect to their taxonomy classification? Spiny anteater, sea urchin, sea cucumber, echinodermata. Correct, തെറ്റാണ്. Spiny anteater is a mammal. Sea urchin and sea cucumber, that is echinodermata. Flying fish, cuttlefish, silverfish, Pisces. Flying fish is a Pisces, cuttlefish is a mollusk, silverfish is an arthropod. Centipede, millipede, spider, scorpion, insect. Centipede എന്ന് പറയുന്ന ചിലോപോഡ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. മില്ലിപീഡ് എന്ന് പറയുന്ന ഡിപ്ലോപോഡയാണ്. സ്പൈഡർ, സ്കോർപ്പിയൻ, അരാക്കിനിഡയാണ്. ഇൻസെക്റ്റിൽ വരുന്നതല്ല. നെക്സ്റ്റ് വൺ, ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ, tsetse fly, silverfish, these all are insect. This is correct. Fourth option is correct. Next one, variation in gene frequencies within population can occur by chance rather than by natural selection is nothing but genetic drift. Next one, select the correct match of the digestive product in human given in column 1 with their absorption site and mechanism in column 2. Cholesterol and maltose, large intestine active absorption. Cholesterol and maltose small intestine is absorbed in the form of chylomicron. Glycine and glucose, small intestine active absorption. Correct ആണ്. Amino acid glucose absorb ചെയ്യുന്ന active absorption വഴി small intestine ആണ്. Fructose and sodium, small intestine passive absorption. Fructose facilitated transport വഴിയാണ് absorb ചെയ്യുക. Sodium it is by active transport. അപ്പോൾ തെറ്റാണ്. ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് ഡിയോഡിനം മൂവ് ആസ് കൈലോമൈക്രോൺ. ഡിയോഡിനം റീജിയനിൽ തന്നെയാണ് അതിൻ്റെ ഡൈജഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ ഡിയോഡിനം കഴിഞ്ഞിട്ടുള്ള റീജിയനിൽ നിന്നാണ് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതും തെറ്റാണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ക്ലാമിഡോമോണാസ് എക്സിബിറ്റ് ബോത്ത് ഐസോഗ്യാമി, അനൈസോഗ്യാമി ആൻഡ് ഫ്യൂക്കസ്. കറക്റ്റ് ആണ്. Anisogamy and fucus show oogamy. Correct. Isogamies are similar in structure, function and behavior. Correct. Anisogamies differ either in structure, function or behavior. Correct. In oocytes, female gamete is smaller and motile. Female gamete is bigger and non-motile, while male gamete is larger and non-motile. Male gamete is smaller and motile ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതാണ് correct option. Which mentalism idea is depicted by a cross in which the F1 generation resemble both the parents. F1 generation രണ്ട് പാരൻസിനെ റിസംബിൾ ചെയ്യുന്നത് കോഡോമിനൻസിലാണ്. സോ കോഡോമിനൻസ് is the correct option. Next question, the diagram given here is the standard ECG of a normal person. The P wave represent P wave atrial systole, QRS ventricular systole, T is ventricular diastole. So here contraction of both atria, it is P wave. Next one, which enzymes will be produced in a cell in which there is a nonsense mutation in the LAC-Y gene? Nonsense mutation എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺ പെട്ടെന്നൊരു സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് മാറുമ്പോഴാണ്, അതായത് UAA, UAG, UGA എന്നീ കോഡോണുകളിൽ ഏതെങ്കിലും ഒന്നായിട്ട് മാറുമ്പോഴാണ് അവിടെ നോൺസെൻസ് മ്യൂട്ടേഷൻ നടക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് in which there is a nonsense mutation in the LAC-Y gene എന്നാണ്. ഇവിടെ LAC-Z, LAC-Y, LAC-A gene ഇങ്ങനെ 3 ജീൻസ് ആണുള്ളത്. അപ്പോൾ ഇസഡ് ജീനൊന്നും പറ്റില്ല. ഇസഡ് ജീൻ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ അത് സിന്തസൈസ് ചെയ്യും. സോ ബീറ്റ ഗാലക്ടോസിഡേസ് വിൽ ബി ഫോംഡ്. വൈയും എയും ഫോം ചെയ്യില്ല, അതായത് പെർമിയേസും ട്രാൻസസറ്റൈലേസും ഫോം ചെയ്യില്ല. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് അബൻഡന്റ് ഇൻട്രാസെല്ലുലാർ കാറ്റയോൺ ഈസ് പൊട്ടാഷ്യം. മോസ്റ്റ് അബൻഡന്റ് എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ എന്ന് പറയുന്നത് സോഡിയം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which one of the following is not the function of placenta? Placenta function allada. Placenta, it will help in exchange of nutrients in between the exchange of nutrients and waste product in between the maternal blood and fetal blood. So അതേപോലെ തന്നെ it will help in secretion of certain hormones for the support of pregnancy. So here secrete oxytocin during parturition. Oxytocin secrete ചെയ്യുന്നത് posterior pituitary എന്നാണ്, അല്ലാതെ placenta എന്നല്ല. Then facilitate supply of oxygen and nutrients to embryo, correct. Secrete estrogen, correct. Facilitate removal of carbon dioxide and waste material from the embryo, correct. Next question, in plant breeding program, the entire collection of plants or seeds having all the diverse allele for all genes in a given crop is called as germplasm collection. Next one, which one of the following is not correct statement? Key is taxonomic aid for identification of specimen, correct. Herbarium houses dried, pressed and preserved plant specimen, correct. Botanical gardens have collection of living plants for reference, correct. A museum has collection of photographs of plants and animals. A museum has collection of preserved plants and animal specimen for study purpose. It will be seen in association with some educational institutions and all. Okay, so 4 is the wrong statement. Next one, which one of the following organelle in the figure correctly match with its function? ഇവിടെ കൊടുത്തേക്കുന്ന figure rough endoplasmic reticulum, that will do the protein synthesis. So here rough endoplasmic reticulum, protein synthesis is the correct option. Next one, which of the following represent maximum number of species among global diversity? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ maximum diversity കാണിക്കുന്നത് biodiversity കാണിക്കുന്ന fungi ആണ്, അല്ല maximum number of species in biodiversity കാണിക്കുന്ന fungus ആണ് കേട്ടോ. Next one, which of the following BT crop is being grown in India by the farmers? ഇന്ത്യയിൽ വളർത്തുന്ന BT crop എന്ന് പറയുന്നത് cotton ആണ്, BT cotton. Next one, read the following statement A to E and answer the question which follow them. In liverwort, mosses and ferns gametophyte are free living, correct ആണ്. Gymnosperms and some ferns are heterosporous, correct ആണ്. ചില ferns എന്ന് പറയുന്നത് Selaginella, Salvinia, Azolla, അതൊക്കെ heterosporous ആണ്, അതും correct ആണ്. Sexual reproduction in fucus, volvox and albugo is oogamous, correct ആണ്. Sporophyte in liverwort is more elaborate than that in mosses. മോസസിലാണ് സ്പോറോഫൈറ്റ് കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് കാണുന്നത്. സ്പോറോഫൈറ്റ് ഇൻ ലിവർവേർട്ട് ഈസ് മോർ ഇലാബറേറ്റ് ദാൻ ദാറ്റ് ഇൻ മോസസ്, കറക്റ്റ്. മോസസിലാണ് കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് കാണുന്നത്. Then both Pinus and Mercantia are dioecious. Pinus is monoecious, Mercantia is dioecious. So adum tettana. So here 3 statements are correct. How many of the above statements are correct? 3. Next question, the essential chemical component of many coenzymes are. Coenzymes are nothing but the derivative of vitamins. So vitamins are the correct option. Parts A, B, C and D of the human eye are shown in the diagram. Select the options which gives correct identification along with its function or characteristics. ഇവിടെ കൊടുത്തേക്കുന്ന ഡയഗ്രാം കുറച്ച് തെറ്റാണ്. A, D, C അങ്ങനെയൊക്കെ കൊടുത്തേക്കുന്നത്. A ഏതാ B ഏതാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവിടെ ആൻസറിൽ കൊടുത്തേക്കുന്നത് എ റെറ്റിന കണ്ടെയ്ൻ ഫോട്ടോ റിസപ്റ്റേഴ്സ് റോഡ്സ് ആൻഡ് കോൺസ്, അതാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡി ഈസ് കൊറോയിഡ് ആൻഡ് ഇറ്റ്സ് ആൻറ്റീരിയർ പാർട്ട് ഫോം സിലിയറി ബോഡി. ഇതിനകത്ത് കൊറോയിഡ് ആണോ മാർക്ക് ചെയ്തേക്കുന്നത് സ്ക്ലീറി ആണോ മാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ബി ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറഞ്ഞിട്ടില്ല, ബി ഇവിടെ കൊടുത്തിട്ടില്ല. സി അക്വസ് ചേമ്പർ റിഫ്ലക്ട് ദ ലൈറ്റ്. അക്വസ് ചേമ്പർ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യല്ല, ലൈറ്റിനെ കടത്തി വിടുകയാണ് ചെയ്യുക. അപ്പം അതും തെറ്റാണ്. സോ ഹിയർ 2 മേ ബി ദ കറക്റ്റ് ഓപ്ഷൻ. പക്ഷേ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അത്ര അങ്ങ് ഗൗരവത്തിലെടുക്കണ്ട. നിങ്ങൾ അതിൻ്റെ പാർട്സ് പഠിച്ചിരിക്കണം. പക്ഷേ അത് കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ അത്ര ഗൗരവത്തിലെടുക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ. Next one, the 3 boxes in this diagram represent the 3 major biosynthetic pathway in aerobic respiration. Arrow represent the net reactants or product. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത് ഓരോന്നും ഓരോ മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തായിരിക്കും അതെന്ന് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഗ്ലൈക്കോളിസിസ് പാത്വേയിലാണ്. അവിടെ നിന്ന് എൻ്റർ ചെയ്യുന്ന ഈ ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡാണ് സെക്കൻഡ് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. 2 അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് സെക്കൻഡ് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഹിയർ പൈറുവിക് ആസിഡിനെയാണ് 2 എന്ന നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 1 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾ എൻ്റർ ചെയ്യുന്നതാണ് ഈ പാത്വേയിലേക്ക്. അതേപോലെ തന്നെ 4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ATP മോളിക്യൂൾ ഇവിടെ നിന്ന് പോകുന്നത്. അതേപോലെ ഇതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 NADH അത് നേരെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകും. ഇത് ക്രെബ്സ് സൈക്കിളും ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്.
അപ്പോൾ 1, 2, 3, 4 നമുക്ക് കിട്ടി. ഇനി 5 എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈം എ ഈ പാത്വേയിലേക്ക് എൻട്രി ചെയ്യുന്നതാണ്. അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ഈ പൈറുവിക് ആസിഡ് കോഎൻസൈം എ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഡീകാർബോക്സിലേഷൻ ഒക്കെ നടന്ന് ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത്. ഈ പാത്വേ എന്നുണ്ടാകുന്നത് NADH ഉം FADH2 അതുപോലെ തന്നെ ATP മോളിക്യൂളും ഉണ്ടാകുന്നുണ്ട്. NADH ഉം FADH2 ഉം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യും. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും യൂസ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂളും ഉണ്ടാവും. ഇവിടുന്ന് ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്യും. സോ ഹിയർ ദേ ഹാവ് ആസ്ക്ഡ് വാട്ട് ഈസ് 4, 8 and 12. 4 ഈസ് ATP, 8 ഈസ് ATP, 12 ഈസ് ATP. ഇതൊരിക്കലും ATPയുടെ നമ്പർ അല്ല കൊടുത്തിട്ടുള്ളത് കേട്ടോ, എന്താണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാത്വേ എന്താണെന്ന് മനസ്സിലാവണം, അതേപോലെ തന്നെ ഈ ഓരോ നമ്പർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം, എന്നാലേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ATP. നെക്സ്റ്റ് വൺ, പിഗ്മെന്റ് കണ്ടെയ്നിങ് മെംബ്രേനിയസ് എക്സ്റ്റൻഷൻ ഇൻ സം ബാക്ടീരിയ ആർ കോൾഡ് ആസ്. ബാക്ടീരിയയിൽ ക്ലോറോഫിൽ പിഗ്മെന്റ് ഇരിക്കുന്ന മെംബ്രേനിയസ് എക്സ്റ്റൻഷന് പറയുന്ന ക്രോമാറ്റോഫോർ എന്നാണ്. Chromatophores. Next one, which one of the following statement is correct? Tapetum nourishes the developing pollen. Correct ആണ്. Hard outer layer of pollen is called intine. അല്ല, exine. Sporogenous tissue is haploid. അല്ല, diploid. Endothecium produces the microspore. അല്ല, endothecium microspore produce ചെയ്യുന്ന microspore mother cell ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. Next question, the characteristic and an example of synovial joint in human is. ഇവിടെ കൊടുത്തേക്കുന്ന ഇതിൽ synovial joint കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ limb filled between two bones, limited movement, gliding joint between the carpals. തെറ്റാണ്. Fluid cartilage between two bones, limited movement, knee joint. correct. തെറ്റാണ്. Fluid filled between two joints, provide cushion, skull bone. തെറ്റാണ്. Fluid filled synovial cavity between two bones, joint between atlas and axis. കറക്റ്റ് ആണ്. pivot joint. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1981 ഇത് വന്നത്. നെക്സ്റ്റ് വൺ, പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ജനറലി ജനറേറ്റ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി ജനറലി ജനറേറ്റ് ചെയ്യുന്ന ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ ലീഡിങ് ടു വേരിയേഷൻ, അതാണ് എവല്യൂഷന് കാരണമായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എമംഗ് ബിറ്റർ ഗോഡ്, മസ്റ്റർഡ്, ബ്രിഞ്ചൽ, പംകിൻ, ചൈന റോസ്, ല്യൂപ്പിൻ, കുക്കുംബർ, സൺഹെംപ്, ഗ്രാം, ഗോവ, ബീൻ, chili, plum, petunia, tomato, rose, withania, potato, onion, aloe and tulip. How many plants have hypogynous flower? അതായത് superior ovary ഉള്ളത് ഏതിനൊക്കെയാണ്? bitter gourd, epigynous flower ആണ്. mustard, hypogynous. brinjal, hypogynous. pumpkin, epigynous. China rose, hypogynous. lupin, hypogynous. cucumber, it is epigynous. sun hemp, hypogynous. gram, hypogynous. guava, epigynous. bean, hypogynous. chili, hypogynous. plum, it is perigynous. petunia, it is hypogynous. tomato, hypogynous. rose is perigynous. withania, it is hypogynous. potato, hypogynous. onion, aloe, tulip, these three are hypogynous. So total 15 it is hypogynous in this group. Next one, a pregnant female delivers a baby who suffer from stunted growth, mental retardation, low intelligence quotient and abnormal skin. ഇതൊക്കെ തൈറോയിഡ് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന കണ്ടീഷനാണ്. ഒരു പ്രഗ്നന്റ് ലേഡി തൈറോക്സിൻ കുറവായാൽ ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. സോ ഹിയർ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ഇൻ ഡയറ്റ് ക്യാൻ ലീഡ് ടു ദിസ് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ഫോർ ദ ഓർഗാനിസം ആൻഡ് ഇറ്റ് സെൽ വോൾ ഡിഗ്രേഡിംഗ് എൻസൈം? ഫംഗൈ കൈറ്റിനൈസ് വെച്ച് ഡിഗ്രേഡ് ചെയ്യാം. ബാക്ടീരിയ ലൈസോസൈം, കറക്റ്റ് ആണ്. പ്ലാന്റ് സെൽ സെല്ലുലൈസ്, കറക്റ്റ് ആണ്. ആൽഗെ മിഥൈലേസ്, അല്ല ആൽഗേനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സെല്ലുലൈസ് ആണ്. സോ ദിസ് ഈസ് റോങ്. Then menstrual flow occurs due to lack of. menstrual flow ഉണ്ടാകുന്ന എൻഡോമെട്രിയം വോള് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ്. എൻഡോമെട്രിയം വോള് പൊട്ടിപ്പോകുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ കുറയുമ്പോഴാണ് എൻഡോമെട്രിയം പൊട്ടിപ്പോകുന്നത്. സോ പ്രൊജസ്ട്രോൺ ഈസ് എ ഹോർമോൺ വിച്ച് വിൽ മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയം വോൾ. സോ പ്രൊജസ്ട്രോൺ കുറയുമ്പോൾ menstrual flow ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഗ്ലോബൽ വാർമിംഗ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവലിൻ്റെ യൂസേജ് കുറയ്ക്കുകയും ചെയ്താൽ മതി. സോ ഹിയർ റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ, cutting down use of fossil fuel, that can prevent the global warming.
Next question, which one of the following is not used for ex situ plant conservation? Shifting cultivation. ഇതൊരു ex situ plant conservation അല്ല. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന ഒരുപാട് ലാൻഡുള്ള ഏരിയയിൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു സ്ഥലത്ത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർഷങ്ങൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാതെ ആ മിനറൽസ് എല്ലാം അവർ റീസ്റ്റോർ ചെയ്യാൻ അലൗ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് സീവേജ് ട്രീറ്റ്മെൻറ്റ് ബയോഗ്യാസസ് ആർ പ്രൊഡ്യൂസ്ഡ് വിച്ച് ഇൻക്ലൂഡ് ബയോഗ്യാസിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ്. ഇതാണ് കേട്ടോ. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, ദ ഡയഗ്രാം ഷോ ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ദ ജനറ്റിക് ഇംപ്ലിക്കേഷൻ ഓഫ് DNA. ഫിൽ ദ ബ്ലാങ്ക്സ് A to C. എ എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സാണ്, ബി ട്രാൻസ്ലേഷൻ പ്രോസസ്സാണ്, ഇത് പ്രൊപ്പോസ് ചെയ്ത ക്രിക്കാണ്. സോ ഹിയർ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഫ്രാൻസിസ് ക്രിക്ക്. Next question, DNA fragment generated by the restriction endonuclease in a chemical reaction can be separated by. DNA fragments ne adinte size vechi separate cheyuna technique aanu gel electrophoresis. Electrophoresis is the correct option. Next one, the complex formed by a pair of synapse to homologous chromosome is called. Synapse to homologous chromosome bivalent tetrad structure aanu undakunna. So here it is correct option, bivalent. Next one, the incorrect statement with regard to hemophilia. Hemophilia ennu parayna oru X-linked recessive disorder aanu. A single protein involved in the clotting of blood is affected. Correct aanu. It is a sex-linked disease. Correct aanu. It is recessive disease. Correct aanu. It is dominant disease. തെറ്റാണ്. So fourth option is correct answer here. Okay, അതാണ് incorrect ആയിട്ടുള്ള statement. Next one, which of the following statement is correct in the relation to endocrine system? Releasing and inhibitory hormones are produced by the pituitary gland. Releasing and inhibitory hormones are produced by the hypothalamus. Adenohypophysis is under direct neural regulation of the hypothalamus. Adenohypophysis അല്ല, neurohypophysis അല്ലെങ്കിൽ posterior pituitary ആണ് hypothalamusന്റെ neural controlലുള്ളത് direct. Next one, organs in the body like gastrointestinal tract, heart, kidney and liver do not produce any hormone. ഇതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. gastrointestinal tractൽ നിന്ന് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, അങ്ങനെ പല കോൾസിസ്റ്റോകൈനിൻ, അങ്ങനെ കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാർട്ടിൽ നിന്ന് ഏട്രിയോ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കിഡ്നിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, നെക്സ്റ്റ് വൺ, നോൺ ന്യൂട്രിയൻ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ഇൻ ട്രേസ് എമൗണ്ട് ദാറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചർ ആർ നോൺ ആസ് ഹോർമോൺ. ഹോർമോണിന്റെ ഡെഫിനിഷൻ അതാണ്. സോ ദാറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ലെന്റിസെൽസ് ആർ ഇൻവോൾവ് ഇൻ ഗേഷ്യസ് എക്സ്ചേഞ്ച്. സ്റ്റെമ്മിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ലെന്റിസെൽസ് വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, match the name of the animal with one characteristic and the phylum to which it belongs. Adamsia. റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസ് ആണ്. പൊറിഫറയിൽ വരുന്നതല്ല, നൈഡേറിയയിൽ വരുന്നതാണ്. അപ്പോൾ തെറ്റാണ്. പെട്രോമൈസൻ, എക്ടോപാരസൈറ്റ്, സൈക്ലോസ്റ്റൊമേറ്റ. ദിസ് ഈസ് കറക്റ്റ്. ഇക്തിയോഫിസ് ടെറസ്ട്രിയൽ അല്ല, അക്വാറ്റിക് ആണ്, റെപ്റ്റൈൽ ആണ്. അപ്പോൾ തെറ്റാണ്. ലിമുലസ്, ബോഡി കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ, പൈസസ്. ലിമുലസ് ആർത്രോപോഡിൽ വരുന്നതാണ്, പൈസസ് അല്ല. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. നെക്സ്റ്റ് വൺ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്പേം ഫോർമേഷൻ? സ്പേം ഫോർമേഷൻ നടക്കുമ്പോൾ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് സ്പെർമാറ്റോഗോണിയ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, then spermatid, spermatozoa. So here the correct option is spermatogonia, spermatocyte, spermatid, spermatozoa. Next one, macromolecule chitinase. Chitin എന്ന് പറയുന്നത് കോംപ്ലക്സ് ഹോമോപോളിസാക്കറൈഡ് N acetyl glucosamine ആണ്. So here a nitrogen containing polysaccharide is chitin. Chitin is seen in fungi as its cell wall as well as exoskeleton of insects, etc. Okay, so this is all about this question paper. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ?